ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ കൂടിയുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അവിടെ തെന്മല പഞ്ചായത്തിൽ നിന്നുള്ള വാർത്തയാണ്. അതിന് ഞെട്ടലോടെയാണ് ആ വാർത്ത നമ്മൾ കേട്ടത്. വയോധികമാർ അവരുടെ വേദന പറയുന്നു. ഒരു അഭയകേന്ദ്രത്തിൽ ശാരീരികമായ പീഡനമടക്കം അവർ കേൾക്കേണ്ടി വന്നു എന്ന് പറയുന്നത് 70 72 വയസ്സുള്ള വയോധികമാരാണ്. മിനിസ്റ്റർ, ആ വിവരം അറിഞ്ഞിട്ടുണ്ടോ? തൊട്ട് മുമ്പാണ് ഞാൻ അറിഞ്ഞത്. വളരെ വേദനാജനകമായൊരു കാര്യമാണ്. ഇത്തരം സ്ഥാപനങ്ങൾ നടത്തി അന്തേവാസികളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. ഇതിലെ പ്രതിയെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കി കൊണ്ടുപോകേണ്ടതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു മുതിർന്ന ഈ അന്തേവാസി ഓടി പുറത്തിറങ്ങി അയൽക്കാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വിവരം പുറത്തു വന്നത് എന്നാണ്. ഇത്തരം സ്ഥാപനങ്ങൾ കൃത്യമായ നിരീക്ഷണത്തിന് സർക്കാർ വിധേയമാക്കുക തന്നെ ചെയ്യും ഇത്തരം വാർത്തകളുടെ പശ്ചാത്തലത്തിൽ. മിനിസ്റ്റർ, ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അവർ പറഞ്ഞത് അവിടെ നേരത്തെ ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇതിന്റെ പ്രധാന നടത്തിപ്പുകാർ. അതിൽ ഭാര്യ മരിച്ചു. അതിനുശേഷം പിന്നീട് ഈ ആൾ മാത്രമാണ്, ബ്രഹ്മദാസ് എന്ന് പറയുന്ന ആൾ മാത്രമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്, അതിന്റെ നടത്തിപ്പുകാരൻ. അയാളാണ് ഇത് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായൊരു മോണിറ്ററിംഗ് ഒക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെ വേണ്ടതല്ലേ? കാരണം ഈ പറയുന്നത് പോലെ ആവതില്ലാത്ത കാലത്ത് അവിടേക്ക് എത്തുന്ന അമ്മമാരാണ്, അവിടെ പ്രായമായ അമ്മമാരുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അത്തരമൊരു കേന്ദ്രത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അവർക്ക് പുറത്തു പറയാൻ ഒരു സാഹചര്യവുമില്ല. അതാണ് അവിടുത്തെ നാട്ടുകാരും എല്ലാം സൂചിപ്പിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത്തരം സ്ഥാപനങ്ങൾ നിരന്തരമായ നിരീക്ഷണത്തിലായിരിക്കണം. ഈ മുതിർന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്സഹായതയും ശാരീരികവും മാനസികമായ അവശതകളുമുള്ള സമയമാണ്. അത് മുതലെടുത്തുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കേരളത്തിലെ UDF സർക്കാർ വയോജന നയം തന്നെ കൊണ്ടുവന്ന് വയോജന ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരികയാണ്. ഏറ്റവും കൂടുതൽ സുരക്ഷിതരായി ഗൗരവത്തോടുകൂടി നാം സംരക്ഷിക്കേണ്ട ജനവിഭാഗമാണ് വയോജനങ്ങൾ. അവരുടെ വേദനകൾക്കും ദുഃഖങ്ങൾക്കും അവസരം ഈ സർക്കാർ ഒരുക്കിയില്ല. തീർച്ചയായും ഇതിന് കുറ്റക്കാരനായ ആൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവും. കേസ് നല്ല രീതിയിൽ നടത്തിക്കും. വരും ദിവസങ്ങളിൽ വയോജന ഡിപ്പാർട്ട്മെന്റ് കൂടി വന്നതിന് ശേഷം കുറെ കൂടി ഗൗരവം ഉണ്ടാകും. അതുമല്ലെങ്കിൽ തന്നെയും കുഞ്ഞുങ്ങളുടെയും വനിതകളുടെയും വയോജനങ്ങളുടെയും എല്ലാം പരിമിതികളുള്ള എന്തെങ്കിലും പരിമിതികളുള്ളവരും അല്ലാത്തവരും അവർക്കൊക്കെ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഒപ്പം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. മിനിസ്റ്റർ, ഇതിപ്പോൾ ഒരു ദിവസം ഇയാൾ വാതിൽ അടയ്ക്കാൻ മറന്നതുകൊണ്ടാണ് ഇവർ പുറത്തുപോയി മറ്റുള്ള ആളുകളോട് കാര്യം പറയുന്നത്, ഈ വിവരം പുറം ലോകം അറിയുന്നത്. ഇതിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന്റെ മാത്രം കാര്യമാകണമെന്നില്ല, മറ്റുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ ആണെന്നല്ല. പക്ഷേ അവിടെയും ഇത്തരത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. അതെ, ഇവർക്ക് വേണ്ടി ഇവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇതുപോലുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധനാ വിധേയമാക്കണം. കൃത്യമായ ഇടവേളകളിൽ പരിശോധന. അന്തേവാസികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വതന്ത്രമായി പറയുവാൻ, അവരുടെ അനുഭവങ്ങൾ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വതന്ത്രമായി പറയാനുള്ള അവസരം ഒരുക്കും സർക്കാർ. നന്ദി മിനിസ്റ്റർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ബിന്ദു കൃഷ്ണ മിനിസ്റ്ററാണ് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.